ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഒരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. മൈദ 200 ഗ്രാം, പൊടിച്ച പഞ്ചസാര 200 ഗ്രാം, ചോക്ലേറ്റ് 165 ഗ്രാം, ബട്ടർ 80 ഗ്രാം, കോഴിമുട്ട 4 എണ്ണം, പാല് 100 ml, ഉപ്പ് 2 ഗ്രാം, ബേക്കിംഗ് പൗഡർ 4 ഗ്രാം, വാനില എസൻസ് 1 സ്പൂൺ, കൊക്കോ പൗഡർ 32 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ക്രീമാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാൻ ബ്ലാക്കും വൈറ്റും ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് 165 ഗ്രാം എടുത്തത് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ ഗ്യാസ് അടുപ്പയിൽ ഡബിൾ ബോയിലായിട്ട് വെള്ളം താഴെ തിളപ്പിച്ച് പാത്രത്തിൽ ചോക്ലേറ്റ് ഇടും. എന്നിട്ട് പൊടിച്ച പഞ്ചസാര 200 ഗ്രാം അതിലേക്ക് ചേർക്കും. ഇത് ഇളക്കി പാകമാകുമ്പോൾ 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നല്ല ക്രീം പരുവാക്കി എടുക്കുക. അതിൽ ബട്ടർ അതിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ചേർക്കണം, എന്നാലാണ് ഇത് മിക്സ് ആവുകയുള്ളൂ. 80 ഗ്രാം ബട്ടർ ചേർത്ത് മിക്സാക്കി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പൊടികൾ അരിച്ചെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. ബൗളിലെടുത്ത ചോക്ലേറ്റ് മിശ്രിതത്തിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെയായിട്ട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കണം. മൈദയും കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ലേശ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത പൊടിയാണത്. ബൗളിലേക്കിട്ട് അത് വിസ്ക് ഉപയോഗിച്ച് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യുക. 100 ml പാല് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 4 മുട്ട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോ മുട്ടയായിട്ട് അതിലേക്കിട്ട് യോജിപ്പിക്കണം. ഇതെല്ലാം കൂടെ നല്ല ഒരു പരുവാകും. റിബൺ പരുവായിട്ട് ലിക്വിഡ് പോലെ കിട്ടും. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണിത്. ബീറ്റർ വേണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും നോക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് ഓരോ മുട്ടയും ചേർത്ത് 4 മുട്ടയും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. ഒരു നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞ് നമുക്കിതുണ്ടാക്കാനായിട്ട് കേക്ക് ടിൻ ഓയിൽ വരട്ടി റെഡിയാക്കി വെക്കണം. ഓവനിൽ 180 ഡിഗ്രി ചൂടാക്കിയിട്ട് കഴിഞ്ഞ് 30-35 മിനിറ്റ് മതിയാവും. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് അടുപ്പയിൽ വെച്ച് ഉണ്ടാക്കാം. ഗ്യാസ് അടുപ്പയിലാണെങ്കിൽ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു പാത്രം വയ്ക്കണം. അതിനകത്തേക്ക് കേക്ക് മിക്സ് കൂടെ കൂട്ടി എടുത്തത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇത് തണുക്കുമ്പം മുറിച്ചെടുത്ത് ബ്രൗണിയായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്തായിരുന്നു. ഓരോ ടിന്നിലായിട്ട് ഞാൻ 2 ടിന്നിലായിട്ടാണ് എടുത്തത്. ഒരു ടിന്ന് ഓവനിലും വെച്ചു, ഒരു ടിന്ന് ഗ്യാസ് അടുപ്പയിലും വെച്ചു. ഓവനിൽ ഒരു 30 മിനിറ്റ് മതിയാവും. കൺവെൻഷണൽ ഓവനാണ്. ഇലക്ട്രിക് OTGയിലും ഉണ്ടാക്കാം. 2 കേക്ക് റെഡിയായി കിട്ടി. അത് പിന്നെ പീസാക്കിയിട്ട് ഗണേഷ് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത്. ഓക്കേ.